നമ്മളുള്ള കൃഷ്ണഗിരിയാണ് കേട്ടോ. വലിയൊരു പാറ കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായി. ഇതുകൊണ്ടാണ് ഒരു ടൗണിൻ്റെ സെൻറ്റർ ഭാഗത്താണ് കേട്ടോ. നല്ല മഴയുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തുമാത്രം വലുപ്പമാണ് നോക്കുകയാണെങ്കിൽ പാറ. ഒരു ടൗണിൻ്റെ മധ്യഭാഗത്തായിട്ട് വരും കേട്ടോ. കൃഷ്ണ ഈ ഏരിയയിൽ മുസ്ലിംസൊക്കെ ഉള്ളൊരു ഏരിയ ആണ് തോന്നുന്നുണ്ട് കേട്ടോ. പള്ളിയൊക്കെ അത് കാണുന്നുണ്ട്. അങ്ങനെ കൃഷ്ണഗിരി എത്തിയിട്ടുള്ളൂ കേട്ടോ. നല്ല മഴ കേട്ടോ. നല്ല മഴ വെച്ചാൽ നല്ല മഴ. മോനസ് നല്ല മഴ ഉണ്ടാ. നല്ല അടിപൊളി മഴവില്ല കേട്ടോ അവിടെ. മഴവില്ലാണ് ആ കാണുന്നത്. മാഞ്ഞു പോകുന്നുണ്ടല്ലേ. കുറച്ചുകൊണ്ട് വന്നപ്പോഴേ ഇതാണ് കേട്ടോ ഏകദേശം വ്യൂ കാര്യങ്ങളൊക്കെ മനോഹരമായിട്ടുണ്ട്. അടിപൊളി ഏരിയ. റോഡും അതിൻ്റെ ഒരു വ്യൂ നോക്കിയിട്ടാ നമ്മൾ നിൽക്കണതേ. കൃഷ്ണഗിരിയിൽ നിന്ന് വിൽപ്പുറം പോകുന്ന റോട്ടിലാട്ടാ. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു മല, അല്ല പാറ, അതേപോലെ അവിടെയുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ കാണാത്തൊരു കാഴ്ച കേട്ടോ കാണാൻ പോണത്. അതായത് ആ മലകളൊക്കെ കണ്ടപ്പോഴേ അതിൻ്റെ കൗതുകത്തിലുപരി വേറൊരു കൗതുകം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ കട്ട് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്ത് പീസാക്കിയിട്ടേ മാർബിൾ, ഗ്രാനൈറ്റ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കൂലേ, അതാട്ടോ ഇവിടെ നടക്കുന്നത്. അതിൻ്റെ കമ്പനി കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്തൊക്കെ എങ്ങനെ ഉള്ളതെന്ന്. ഇങ്ങനെ വലിയ കമ്പനിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ കമ്പനി. കമ്പനി നോക്കാൻ കുറേ കല്ലുകൾ കൊടുന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ആ ബ്ലേഡ് അതാ ആ ബ്ലേഡിന് കട്ട് ചെയ്തെടുക്കും കേട്ടോ. കട്ട് ചെയ്ത് ഒഴിവാക്കിയ പീസാട്ടോ. ഇതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ്. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണ പീസുകൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടാക്കും കേട്ടോ. ആ വലിയ ബ്ലേഡിനാണ് കട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര കൗതുകം കേട്ടോ. റെയിലുമേല കേട്ടോ ഈ കല്ല് വരുന്നത്. കണ്ടാണ് ഫുള്ള് റെയില്. കല്ലിൻ്റെ ഒക്കെ ഒരു വലുപ്പം നോക്കണേ, നല്ല മിൻസ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ബ്ലേഡ്. ആ ബ്ലേഡിന് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുമ്പോഴേ ഓരോ കല്ലിങ്ങനെ വന്നിട്ടേ കട്ട് ചെയ്ത് പീസാക്കി മാറ്റും. ഇതാണ് കേട്ടോ ബ്ലേഡ്. ബ്ലേഡിൻ്റെ വലുപ്പം നോക്കണേ. ക്രെയിന് വെച്ച് ഈ ബ്ലേഡ് വെച്ചിട്ടില്ലേ, ബ്ലേഡ് വെച്ച് ഇതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീട്ടിക്കൊണ്ടോട്ടാ. ഇതാ ഈ റെയിൽവേൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ടയർ ഉരുളിനെ, ആ ഒരു ഇരുമ്പുണ്ട് കേട്ടോ അവിടെ. അതിൽക്കൂടെ ഇങ്ങനെ അങ്ങോട്ടും കൊണ്ടും ഇത് ഉരുട്ട, ഈ ഒരു സാധനം ഉരുട്ട. ഇതാ ബ്ലേഡിൻ്റെ ഒരു വലുപ്പം നോക്കി. ആ ഒരു കല്ലിഞ്ഞ് കട്ട് ചെയ്യാനുള്ള കേട്ടാ ആ ഒരു ഇതിൽ കൊടുന്ന് വെച്ചിരിക്കണത്. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടും നീക്കാം അങ്ങോട്ടും നീക്കാം. ആ ഒരു പീസ് ഇങ്ങോട്ട് വേണമെങ്കിൽ നീക്കിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നീക്കി കൊണ്ടുവരാം. അപ്പോൾ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്യാം. ബ്ലേഡ് കണ്ടാണ് 4 ലെയറുള്ള ബ്ലേഡാട്ടാ. അതിനാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങോട്ടൊക്കെയാണ് വെള്ളം ഇങ്ങനെ ചീറ്റിയിട്ട് ലൈനായിട്ട് കട്ട് ചെയ്യും കേട്ടോ. അതേപോലെ അവിടെ ഉണ്ട് ബ്ലേഡ്. ആ ബ്ലേഡ് ഊരി കൊണ്ടുപോയിക്കണ്. വലിയ കമ്പനി കേട്ടോ ഇതിൻ്റെ. 5 ബ്ലേഡാണ്, 4നല്ല. ആ 5 ബ്ലേഡിനും കറങ്ങി ലൈനിങ്ങനെ കറക്റ്റ് കട്ട് ചെയ്ത് വരും കേട്ടോ. അതൊക്കെ പോളിഷ് ചെയ്തതിൻ്റെ ശേഷം ഇട്ടതാണ് കേട്ടോ. പോളിഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വിരിച്ച് വെച്ചിങ്ങനെ ഓരോരോ പീസാക്കിയിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ട് വെയിലിനനുസരിച്ചിട്ടുള്ള. ഇതൊക്കെ പോളിഷിങ് കഴിഞ്ഞാണ്. ഒരു വ്യത്യസ്ത കാഴ്ചയിലെ ഈ കാണുന്നത് ഇതിങ്ങനെ പോളിഷ് ചെയ്ത് പോണ മെഷീനാണ്. ഇതൊന്ന് ഓരോന്നും ഇങ്ങനെ പോളിഷ് ചെയ്ത് ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ വന്നെടുക്കണമൊന്ന് ആ തിളക്കുന്നേ ഇങ്ങോട്ടാണ് വരുന്നത്. പോളിഷ് ചെയ്തിട്ട് പോളിഷ് ചെയ്യുന്ന ബ്ലേഡ് ഇതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ട് ഇങ്ങനെ വൃത്തിയായി വരും. ഏകദേശം ഒരു തീവണ്ടിയുടെ ഒക്കെ ഒരു കോച്ച് മാറിയിട്ടോ കാണുമ്പോൾ. അങ്ങനെ പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിനൊരു പ്രത്യേക തരം വണ്ടി ഉണ്ട് കേട്ടോ. ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ഇത് നമ്മളവിടെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനത്തെ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഇങ്ങനത്തെ പീസൊക്കെ ഓരോരുത്തർക്ക് ഉരുട്ടിക്കൊണ്ടുപോകാം കേട്ടോ. ഇതാ ഈ ഒരു സിമ്പിൾ വണ്ടി. വന്നതിന് ശേഷം മാത്രമേ അവർ ഇറക്കി വെക്കാൻ 2 ആൾ കൂടുന്നുള്ളൂ കേട്ടോ. ഒരു വണ്ടി അതവിടെ, ഒരു വണ്ടി ഇതവിടെ. എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മലയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന മലകളിലൊക്കെ കട്ട് ചെയ്തതുപോലെ തോന്നുന്നുണ്ട്. അവിടെയൊക്കെ കട്ട് ചെയ്ത കറക്റ്റ് ചതുരാകൃതിയിൽ കട്ട് ചെയ്തെടുത്ത പോലെ തോന്നും. ഇല്ല കേട്ടോ, 2 ആൾ കൂടിയിട്ട് സിമ്പിളായിട്ട് ഇറക്കി വെച്ച്. ഉള്ളത് ഈ മറുവ ഗ്രാനൈറ്റ് എന്നുള്ള ഈ ഒരു കമ്പനിയിലാട്ടോ. ഇവിടെ ഇങ്ങനെ 5 സ്റ്റാർ
ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനി ഉണ്ട്. അപ്പുറത്ത് വേറൊരു കമ്പനി ഉണ്ട് കേട്ടോ. ആ ഒരു ഏരിയയിൽ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ ലോഡൊക്കെ കയറ്റാൻ ലോറികൾക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവർ. കണ്ടാണ് ഇവിടുന്ന് കറക്റ്റ് എന്നാൽ ബോഡിയിൽ കയറ്റാൻ പറ്റും. എന്നിട്ട് ഒരു സിമ്പിളായിട്ട് ഇറക്കണമൊക്കെയാണ്. നമ്മളവിടെ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ ഗ്രാനൈറ്റിൻ്റെ കമ്പനികളിലൊന്നും. രണ്ടാൾ കൂടിയിട്ടാണ് ചെയ്യുന്നത്. മണ്ണൊക്കെ അങ്ങനെ കട്ട് ചെയ്യാനുള്ള കല്ലുകളാണ് കേട്ടോ. അവിടെ പോയിട്ട് മെഷീനിൽ കട്ട് ചെയ്യാനുള്ള കല്ലുകളാണ്. ഓരോ കല്ലിൻ്റെയും വലുപ്പം ഇത് നോക്കുകയാണ്. നമ്പർ കാര്യങ്ങളൊക്കെ ഈ ബോർഡുമുണ്ട് കേട്ടോ. വേണ്ടവർ കോണ്ടാക്ട് ചെയ്താൽ മതി. കൃഷ്ണഗിരി ഭാഗത്താട്ടോ, തമിഴ്നാട് കൃഷ്ണഗിരി ഭാഗത്താണുള്ളത്. ബോർഡുമ്മ നമ്പറാണ് കേട്ടോ. ഇതിങ്ങനെ നോക്കിയപ്പോഴേ ഭയങ്കര രസം കേട്ടോ. മേഘവും കാര്യങ്ങളൊക്കെ കൂടി മഴക്കാർ കാര്യങ്ങളൊക്കെ മൂടിയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഭംഗിയുണ്ട് കേട്ടോ. ചുറ്റുപാടും നോക്കണേ. ഈ ഒരു ഏരിയയിലൊക്കെ മാർബിളിൻ്റെ ഇതിൻ്റെയൊക്കെ കടകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇവിടെ കേട്ടോ വേറൊരു കമ്പനി. ഇവിടെ വേറെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു കേട്ടോ. ഇത് നോക്കുകയാണെ ഒരു കല്ലിൽ ഒറ്റ കല്ലിൽ തീർത്തിട്ടുള്ള ബേസിനോള്. ഇതൊക്കെ ഒറ്റ കല്ലിൽ കേട്ടോ, ഒറ്റ പീസ്, ഒന്നും കാട്ടിയിട്ടില്ല. അതേപോലത്തെ ഒരുപാട് പീസുകൾ കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട്. അതേപോലെ ബോർഡൊക്കെ എഴുതാൻ പറ്റിയത് അങ്ങനെയൊക്കെയുള്ള പീസുകൾ. പേരെന്നാ? സെന്താരപ്പള്ളി. ഉങ്ക പേര്? ഉങ്ക വ്യാപാരമാ ഇത്? ശരി. ഇവിടെയൊക്കെ കേട്ടോ കലവിരുതിൽ തീർത്തിച്ച് ഒരുപാട് സാധനങ്ങൾ കറക്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്യേണ്ടിന്നുള്ളത് കേട്ടോ. കല്ലാട്ടോ, പക്ക കല്ല്. ഒരു പാത്രം ഉണ്ടാക്കി വെച്ചിരിക്കണമെങ്കിൽ പിന്നെ ഇതുപോലത്തെ നല്ല കട്ടിയുള്ള പീസുകളൊക്കെ കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അതുപോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാവും. നോക്കുകയാണെങ്കിൽ ഡിസൈനിങ് ഇതാ വേറെ ഡിസൈന്, അവിടെ വേറെ ഡിസൈന്. ഇവിടെ കേട്ടോ ചെയ്തുകൊണ്ടിരിക്കണ ഓരോന്ന് കല്ലിൽ ഓരോന്നും ചെയ്ത് കണ്ട് വെക്കണേ. എനിക്ക് തോന്നണതേ ഇത് മരണപ്പെട്ട ആളെ മറ്റേ മീസാൻ കല്ല് വെക്കൂലേ, അങ്ങനെ വെക്കാനുള്ളതാണ് തോന്നുന്നത്. ഇവരെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കാണുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്തോളി. ഇതുപോലത്തെ കട്ട കല്ലുകൾ വന്നിട്ട് ഇതുപോലെ ചെത്തി ഉണ്ടാക്കുക കേട്ടോ. ഇനി ഇവിടെ വേറെ കളി കാണിച്ചു തരാം. ഇതാ രണ്ടാളും കൂടിയും കളിക്കണേ, മോനൂസും പപ്പിയും കൂടി. എനിക്ക് പിന്നെ എവിടെ ചെന്നാലും കമ്പനിയാണ്. ഓനെല്ലാം പറ്റിക്കണം, ഓനായിട്ടാണ് കളിക്കണത്. നമ്മളായിട്ടൊന്നും കളിക്കില്ല. വിട്ടെന്ന് കാണിച്ചിരുന്നില്ലേ കല്ല് കട്ട് ചെയ്തെടുക്കണ ഒരു ഭാഗം, അത് ഈ കാണണം കേട്ടോ. കണ്ടാണ് ഈ കറക്റ്റ് ചതുരാകൃതിയിൽ കട്ട് ചെയ്ത് എടുക്കണതാണ്. ഇതേപോലത്തെ മലമ്പന്നൊക്കെ അവിടെയൊക്കെ മലകളുണ്ട് കേട്ടോ. ഇവിടെ ഈ ബാംഗ്ലൂർ കല്ല് കാര്യങ്ങളൊക്കെ വരുന്നില്ലേ, കടപ്പ കാര്യങ്ങളൊക്കെ, അതൊക്കെ ചിലപ്പോൾ ഈ ഒരു ഏരിയ നിന്നൊക്കെ വരുന്നുണ്ടാവുക. ഈ ഒരു ഏരിയക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഏരിയ ഉണ്ട് കേട്ടോ. ഇത് പറയേണ്ടത് ഇരു സൈഡുകളിലും മറ്റേ മാങ്ങത്തോട്ടങ്ങളാണ് കേട്ടോ. മൊത്തത്തിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മാങ്ങത്തോട്ടങ്ങളാണ്. ഇവിടെ ഇങ്ങനെ ആയിട്ടേ മുസ്ലിങ്ങൾ എന്തോ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു വണ്ടി തിരിച്ചു കേട്ടോ. അപ്പോൾ നോക്കുകയാണെ ഒരു വ്യൂ, ആ ഒരു വ്യൂ നോക്കുകയാണെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ റോട്ടിൽ നിന്ന് ഇങ്ങനെ വണ്ടി കയറ്റിയാണ്. അപ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. അതുപോലത്തെ കല്ലുകൾ കാണുന്നുണ്ട് കേട്ടോ. ഈ മലകളൊക്കെ ഇനി എടുക്കാനുള്ളതാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് കബറുകൾ, 3-4 കബറുകളുണ്ട്. ചെറിയൊരു കബറൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ വലിയൊരു മക്ബറുണ്ട്. എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. മാലിക്കിനോട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ ഒരു പേര്? ജഗദേവ്. ആ ഇനി ഇങ്ങ പക്കത്തിൽ എന്നെ ആ ആ പേര് ഹസ്രത്ത് മുഹമ്മദ് സുലൈമാൻ ഷാ ഖാൻ. 600 വർഷത്തേക്ക് പഴക്കമുണ്ട്.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നുള്ളത് കൃഷ്ണഗിരിയിലെ ഒരു മക്കാമിലാണ് കേട്ടോ. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പോവാം. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന മല ഉണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് പോകാമെന്ന് പറഞ്ഞ് ടൂറിസ്റ്റ് പ്ലേസ് അല്ല, ഒരു റിസ്ക് പിടിച്ചൊരു വഴികളിലൂടെ കാര്യങ്ങളൊക്കെ കടന്നു പോകട്ടെ. അങ്ങനത്തെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ അടിപൊളിയൊരു കോട്ട കാര്യങ്ങൾ, അവിടെ 2-3 ഗുഹകൾ കാര്യങ്ങൾ, അതിൻ്റെ മേലെ വെള്ളക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ പോവാം. ഫോളോ മീ. അപ്പോൾ നമ്മളുള്ളത് കൃഷ്ണഗിരിയിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞ മല ആ കാണുന്ന മലയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും മതിലുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഏരിയയ്ക്ക് നമുക്ക് പോയിട്ട് അവിടെ മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. ഭയങ്കര ദൂരമുണ്ട് ഇവിടുന്ന്. പോകാമെന്നാണ് പറഞ്ഞു. ഒരു മണിക്കൂറിൻ്റെ സമയം കൊണ്ട് നടക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്നവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യണം. കാളനെ കൊണ്ടേ മണൽ കൊണ്ടുപോകണ പരിപാടിയാണ്. ഇതൊക്കെയാണ് മണൽ വണ്ടി. ഹായ് ഫ്രണ്ട്സ്, റിയാസ് സെറ്റാണ്. നമ്മൾ ഓൾ ഇന്ത്യ യാത്രയിൽ കൃഷ്ണഗിരി എന്ന് പറയുന്ന തമിഴ്നാട്ടിലൊരു ജില്ലയിലും ആ ഒരു പ്രദേശത്താണുള്ളത്. കൃഷ്ണഗിരി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണുള്ളത്. ഇവിടെ ഒരു മക്ബറയിലാണ് ഉള്ളത്. ഇവിടെ പ്രസിദ്ധി ആർജിച്ച ഒരു മക്ബറയിലാണുള്ളത്. ഹസ്രത്ത് സയ്യിദ് ഷിഹാബുദ്ദീൻ എന്ന ആളുടെയും ഹസ്രത്ത് സയ്യിദ് ഷാ ബഹാബുദ്ദീൻ എന്ന ആളുടെയും ഖബർസ്ഥാനിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ഇവിടെയൊക്കെ ഒന്ന് കണ്ട് വീക്ഷിച്ച് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ എല്ലാ മതസ്ഥരും വരുന്നുണ്ട് കേട്ടോ. ഈ മക്ബറയിൽ തലഭാഗവും നേരത്തെ കാണിച്ച മലയുടെ മേലെ ഹോട്ടൽ ഭാഗമാണ് ഇട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ. ഫോളോ മീ. മാലിക്കിനെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. വലിയ ഗ്രൗണ്ടാട്ടോ, ഒഴിഞ്ഞ് കിടക്കണ. പിന്നെ ആ കാണുന്ന മലൻ്റെ മേലെ കോട്ടുണ്ട്, അങ്ങോട്ട് നമുക്ക് പോകണം. ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള പോക്കാട്ടോ അവിടേക്ക്. ആ ഏരിയയിലാണ് കേട്ടോ കവാടം കയറി വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ. ഇതിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത് ആ ഒരു ഭാഗത്താണ്. അതിൻ്റെ ഒരു സബ് ഗേറ്റ് ആട്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ ഗേറ്റിൻ്റെ മേലെ തന്നെ വലിയൊരു കുബ്ബയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. സൈഡിൽ നോക്കുമ്പോൾ പ്രാവുകളൊക്കെ ഉണ്ട്. രാവിലെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു നീണ്ട ബിൽഡിംഗ് കാണുന്നുണ്ട്. എൻട്രൻസിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ളൊരു പുളിമരമുണ്ട്. അതിൻ്റെ ബാക്കിൽ എൻ്റെ ഈ നേരെ കാണുന്ന ഉൾഭാഗത്തായിട്ടോ മക്കാൻ വരുന്നത്. ഇവിടെയൊക്കെ റെഡ് കൊടികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മളിതുവരെ കേരളത്തിലൊക്കെ കണ്ടിട്ടുള്ളത് പച്ച കൊടികളായിരുന്നു. ഇവിടെ ഒരുപാട് ചുവപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വിശ്രമിക്കാട്ടെ. ഈ ഒരു ഗ്യാപ്പിലൊക്കെ നമുക്ക് വിശ്രമിക്കാൻ പറ്റിയൊരു ഏരിയകളാണ്. ഫ്രണ്ടേജിൽ അങ്ങനത്തെ ഒരു സ്പേസ് ആയിട്ടുള്ളത്. ഈ കാണുന്ന ഒരു ഏരിയക്കുള്ളിലാണ് കേട്ടോ മക്കാൻ വരുന്നത്. അതുപോലെ ടിപ്പു സുൽത്താൻ്റെ ഒരു കൊത്തുപണിയിൽ ചെയ്തിട്ടുണ്ട്, മാർബിളിൽ കേട്ടോ. അതിന് സ്വർണത്തിൻ്റെ കളറ് ചെയ്തിട്ടുണ്ട്. ഒരു ഏരിയക്ക് വരുമ്പോൾ ഒരു കൊടിമരം, വലിയൊരു കൊടിമരം കേട്ടോ. മക്കാമിൻ്റെ കടക്കുന്ന ഒരു എൻട്രൻസ് ഇതാട്ടോ. ഇവിടെ 2 സൈഡത്തും ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയയാണ്. ഫ്രണ്ടേജ് വരുന്നത് ഇങ്ങനെ കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ കവാടം വരുന്ന ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഹോൾ കട്ടെത്തി നമ്മൾ ഇതിലൂടെ ഇങ്ങനെ അങ്ങോട്ട് നടക്കാൻ പറ്റും. അതുപോലെ ഈ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് നടക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ കാണുന്ന മക്കാമുണ്ടല്ലോ, ഈ ഒരു മതിൽക്കെട്ടുകൾക്കുള്ളിലാണ് മക്കാം വരുന്നത്. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ റൗണ്ട് അടിക്കാനുള്ളൊരു സജ്ജീകരണ സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്യുക. നേരെ വന്നാൽ കാണുന്നൊരു ലുക്ക്, ആ ഒരു സ്ട്രെച്ചിങ് ആട്ടെ ഈ ഒരു രൂപം. 2 ഖബർസ്ഥാനികളുണ്ട്. മേൽക്കൂര കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ എല്ലാ മതസ്ഥരും വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ അങ്ങനെയാണ് കൂടുതലായിട്ടെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന മക്കാമിൻ്റെ മേലെ ഭാഗത്തായിട്ട് കിരീടം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തുണ്ട് കേട്ടോ. അവിടെ ഉണ്ട് കിരീടം കാര്യങ്ങളൊക്കെ. കാണുന്നൊരു ഏരിയ അതിൻ്റെ ബാക്ക് ഭാഗമായിട്ട് വരും കേട്ടോ. ഒരു ഏരിയക്ക് വരുമ്പോൾ ചന്ദനത്തിരികൾ കത്തിച്ച് വെച്ചതിൻ്റെ കവറുകളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഒരുപാട് കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഗ്രില്ലും ഇവിടെയൊക്കെ ചന്ദനത്തിരി കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് തന്നെ കേട്ടോ അവസ്ഥ. ഒരുപാട് വിളക്കുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ ചന്ദനത്തിരി ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് കവറുകൾ ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ പൂട്ടുകൾ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വളകൾ കാണാണ്ട് അവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ഞാൻ അവിടെ നിന്നിട്ട് കാണിച്ചില്ലേ, ഇതിന് ഇങ്ങനെ റൗണ്ട് അടിക്കാനുള്ളൊരു ഏരിയ ആണെന്ന് പറഞ്ഞിട്ട്.
അതിൻ്റെ ഒരു കോർണറായിട്ട് വരും കേട്ടോ. ഇതൊരു കോർണർ, അതൊരു കോർണർ, അപ്പുറത്തൊരു കോർണർ വരുന്നുണ്ട്. മോനസ് കേട്ടോ ജുപ്പയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വണ്ടി കിടക്കണേ. ഒരുപാട് വിളക്കുകളുണ്ട് കേട്ടോ. ഇവിടെ നല്ല എണ്ണമയക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലത്ത് കേട്ടോ. സംഭവം എടുത്ത് പറയണ്ട തന്നെ കേട്ടോ. ഇവിടെ ഒരു ഹൈലൈറ്റ് ആക്കിയ സംഭവമാണ് ഈ കാണുന്നത്. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. കുപ്പിവള, പൂട്ട്, പിന്നെ ചന്ദനത്തിരിൻ്റെ കവറുകൾ, അതിലുപരി ഇവിടെ അത് കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് കണ്ടാൽ ഇതിൽ പൂട്ടുകൾ ആറാട്ടം കേട്ടോ. ഇവിടെ കുറേ പൂട്ടുകൾ അതാ കൊഴിഞ്ഞു പോയതാണ് തോന്നുന്നത്, അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ ഒരു ഏരിയക്ക് വരുമ്പോഴാട്ടോ ഇവിടെ ഇങ്ങനെ ഒരു കൊടിമരം കാണുന്നുണ്ട്. കുറച്ച് പാറകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഏരിയ കാണുന്നുണ്ട്. ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു പാറക്കല്ലുണ്ട്. പിന്നെ മതിലുകളൊക്കെ അതുപോലെ കുപ്പിച്ചില്ലുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വലിയൊരു പാറ കേട്ടോ. ഈ പാറ ഏത് ഷേപ്പിലാന്നുള്ളതൊന്ന് വിലയിരുത്തിക്കോളി. ഇവിടെ ഇങ്ങനെ ഒരു ആമടൊക്കെ ഒരു ഷേപ്പ് കേട്ടോ. എനിക്കങ്ങനെ ഫീൽ ചെയ്തു, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണ്ടോ നോക്കിയിട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാറ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കൊടിമരം വരുന്നുണ്ട്. ഇവിടുത്തെ ഈ പാറ വൈറ്റ് വാഷ് അടിച്ചിട്ട് കലവിരുതിൽ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ടൈല് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കൊടിമരം വരുന്നുണ്ട്, വലിയൊരു കൊടിമരം കാണുന്നതാണ് കേട്ടോ മക്കാമിൻ്റെ പുറം ഭാഗം. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് കൊടിമരങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ വിശ്രമിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ അങ്ങനെ മരത്തണലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ കിച്ചണിലേക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരുപാട് സാധനങ്ങളും പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ഇങ്ങനെ കിച്ചണ് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഏരിയയാണ് മൊത്തം. കൗതുകപ്പെടുത്തിയൊരു സംഭവമേ, ഇവിടുത്തെ എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കുഴിയുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു അടുപ്പിന് വെക്കണ മാതിരി ഒരു സ്ഥലം വേറെയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഉള്ളിലേക്കൊന്നുമില്ല. പിന്നെ ഇവിടെയൊക്കെ ചന്ദനത്തിരി കേട്ടോ മെയിനായിട്ട്. എല്ലാ സ്ഥലത്തും ചന്ദനത്തിരികൾ ഇങ്ങനെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഒക്കെ കെട്ടുപോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ പൂട്ടുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലായിടത്തും ഇട്ടുകൊണ്ട് കൊളുത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാവും. പക്ഷേ ഇതിമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഒരു കൊടിമരം കാണുന്നുണ്ട്. ഇത് മെയിൻ കൊടിമരമാണ് തോന്നുന്നത് കേട്ടോ, കാരണം അതിനോട് ചാരിയിട്ടാണ് നിൽക്കുന്നത്. അവിടെയും പൂട്ടുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇങ്ങനെ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്ലറ്റ്, അവിടെ ജെൻസിന് കേട്ടോ ആ സൈഡിൽ. ഇവിടെ ഇങ്ങനെ കിണറും വരുന്നുണ്ട്. മതിലുകളിലൊക്കെ കുപ്പിച്ചില്ലുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും കൂടി ചാടി കിടക്കണ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാവുമെന്ന് വിചാരിക്കണേ. കിണർ എന്താ അവസ്ഥ എന്നുള്ളത് പോയേക്കാം. അപ്പോൾ വന്നപ്പോൾ ഇതിമേലും ഇതുപോലെ പൂട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കിണറ്റിലൊന്നും കാണാനില്ല, കാര്യം കേട്ടോ, വെള്ളം കാര്യങ്ങളൊന്നുമില്ല. വെറുതെ ഒരു കിണർ എന്നുള്ള രൂപത്തിൽ കുറേ വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഒന്നുമില്ല കേട്ടോ ഇതിൽ, വേസ്റ്റ് മാത്രമേ ഉള്ളൂ. പൂട്ടിൻ്റെ ഒരു കുമ്പാരം. നമ്മൾ ബാക്ക് സൈഡിൽ ഒരു കോർണറിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രെച്ചിങ് ആണ് കേട്ടോ ഈ ഒരു മക്കബറക്കുള്ളത്. ഇങ്ങനെ തെങ്ങുകളൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ മേലേക്ക്. ഈ കാണുന്ന മലയാണ് കേട്ടോ. അതിൻ്റെ മേലെ നോക്കുകയാണെങ്കിൽ ഒരു കോട്ട ഉണ്ടായിരുന്നു പണ്ട്, അതിൻ്റെ മതിലുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണുന്നത്. മാലിക്കിനോട് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ കൃഷ്ണഗിരി ടൗണാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നിന്ന് 220 റുപ്യ കേട്ടോ കിലോ റേറ്റ്. 1/2 കിലോ മേടിച്ചിട്ട് 110 റുപ്യക്ക്. ഇവിടുത്തെ കോഴിക്കോട് ഇതാണ്. പിന്നെ ഇവിടുത്തെ കോഴി ഇങ്ങനെ കേട്ടോ, നമ്മൾ അൽഫാമിനൊക്കെ വരുന്ന പോലത്തെ കോഴിയാണ്. ഈ ഒരു കടയിൽ നട്ട് മേടിച്ച് സംഭവം ഞാൻ ഈ കടയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോഴേ ഓല് പറഞ്ഞൊരു സംഭവം എന്താ വെച്ചാൽ, അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തപ്പോഴേ അവരെ തല താഴത്തേക്ക് വന്നു. ആ തലയാണ് നമ്മൾ കണ്ട മക്കബറയിലുള്ളത്. അവിടെ 2 ആളെ തലയാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെ പോലെ ഉടൽ, അതായത് തലക്ക് കീഴുള്ള ശരീരഭാഗമല്ലേ അത് മേലെ കേട്ടോ കവർ ചെയ്തിട്ടുള്ളത്. അവിടെ ഇങ്ങനെ ഒരു കോട്ടയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി കാണണം. ഭയങ്കര കൗതുകകരമായിട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക. ഇവിടെയൊക്കെ കല്ലുകൾ കൊണ്ട് ഇങ്ങനെ മതിൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് കേരളം ഭയങ്കര ടാസ്ക്കാണെന്ന് പറഞ്ഞു. കൃഷ്ണഗിരി ടൗണാണ് ഈ കാണുന്നത്. ഇങ്ങോട്ട് പോയാൽ ഒരു ഏരിയ, അങ്ങോട്ട് ഒരു ഏരിയ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പള്ളി വരുന്നുണ്ട്. തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ, എവിടെ നോക്കിയാലും മുല്ലപ്പൂ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കച്ചവടങ്ങളുണ്ട്. നല്ല തിരക്ക് കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. ഞങ്ങൾക്കൊക്കെ നല്ല മാർക്കറ്റ് കേട്ടോ. മഴ പെയ്തുകൊണ്ട് തന്നെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ റോഡുമേ. ഇവിടെ കണ്ടാണെങ്കിൽ ചെറിയ കട, ഒരുപാട് സാധനങ്ങൾ കേട്ടോ. ബാർബർ ഷോപ്പ് നോക്കിട്ടോ, പഴയ രൂപത്തിൽ, മോഡിഫൈ ഒന്നുമില്ല. ഇങ്ങനെ പച്ചക്കറികളൊക്കെ കണ്ടിട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാം, നമുക്ക് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കണം.
നാട്ടിലൊക്കെ മാർക്കറ്റുകളില്ലേ അതേപോലെ തന്നെ കേട്ടോ, കൂടുതലും വലിയ മാറ്റങ്ങളൊന്നും കാണില്ല. ആട് ചിക്കനൊക്കെ കിട്ടുന്ന കട കേട്ടാ. ഇങ്ങനത്തെ കടകൾ ഒരുപാടുണ്ട് കേട്ടോ. ഈ ചിക്കന് മട്ടനൊക്കെ കിട്ടണ ഇതാ എലൻ്റെ കട കേട്ടാ. ഒരു വെളിച്ചെണ്ണ ഷോപ്പാണ് കേട്ടോ. ലൈവായിട്ട് എല്ലാ പരിപാടിയും. ഈ ഇടവഴിക്കൂടെ പോയി കഴിഞ്ഞാൽ ബീഫാണ് തോന്നുന്നുണ്ട്. നമുക്ക് പോയോക്കട്ടാ. അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. കാള കേട്ടോ, കാളനെ കിട്ടുന്ന സ്ഥലം. ബീഫിൻ്റെ ഒരു ഏരിയ കേട്ടോ. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വാല് വരെ അയിമ വെച്ചേക്കണം. തല നോക്കുകയാണെ ഏരിയക്ക് ഇങ്ങനെ പോകുമ്പോൾ നാളെ കറക്കാനുള്ളതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ബീഫ് കാണുന്നുണ്ട് ഇവിടെ ചേട്ടാ. കന്നുകാലികൾ നോക്കുകയാണെ ഇങ്ങനത്തെ ഒക്കെ ഓരോന്നിനിട്ട് അറക്കണത്. ഇവിടെ ചായ ഒക്കെ വെക്കണ കടകളിൽ ഒരുപാട് തിരക്കാട്ടോ ഇവിടെ. അവിടെ ഇങ്ങനെ ഒരു സിമ്പിൾ കട, നല്ല ആൾക്കാരുണ്ടാവും. നീ കാണുന്ന മല കേട്ടോ, ആ പാറിൻ്റെ മേലാണ് ആ കോട്ട ഉള്ളത്. അവിടേക്ക് നമുക്ക് പോകണം കേട്ടോ. അതിന് മുന്നേ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങണമെന്ന്. കടയിലേ നല്ല തിരക്കാട്ടോ. ഇതുപോലെ ഒരു സ്റ്റാള് മാത്രമേ ഉണ്ടാവുള്ളൂ. എടുക്കുന്ന സ്പീഡ് നോക്കാണ്. ചായ ഗ്ലാസ്സൊക്കെ വെച്ചുകൊണ്ടൊക്കെയാണ് ചട്ടപ്പെട്ടാറായിട്ട് എടുക്കും കേട്ടോ. കടൻ്റെ ഉൾഭാഗം കേട്ടോ. കടികൾ കാര്യങ്ങളൊന്നുമില്ല, വെറും ചായ മാത്രം. ട്രാഫിക് ബ്ലോക്കുകൾ കാര്യങ്ങളൊക്കെ നോക്കി വേണ്ടിയിട്ടാ. ഒരെണ്ണത്തിന് ഹെൽമെറ്റ് ഇല്ല. ഇവിടെ ഇങ്ങനെ കണ്ടു ഹെൽമെറ്റ്, ബാക്കി കണ്ടാടി ഫോൺ വിളിക്കണേ, ഹെൽമെറ്റ് ഇല്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എത്ര രൂപ ഫൈൻ ഈടാക്കിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ പോലീസുകാരും കാണാനില്ല കേട്ടോ. ടൗണിലൊന്നും പോലീസുകാരും കാണാനില്ല. ടൗണിൽ അല്ല, നമ്മളിപ്പോൾ ഒരു മാസമോളനായി ആവാറായി. ഇതുവരെ നമ്മൾ പോലീസുകാരങ്ങനെ കണ്ടിട്ടില്ല. കൈ കാണിക്കണ പരിപാടി അങ്ങനെയുള്ള ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ടൗണാണ്. കൃഷ്ണഗിരിയാണ് കേട്ടോ. ഓട്ടോൻ്റെ മേലെ നോക്കാണ്ട് ഒരു സാധനം കയറ്റി വെച്ചിരിക്കണേ. ചിലപ്പോൾ മൂപ്പര് വീട്ടിലേക്ക് മേടിച്ചാവും. എന്നാലും അതവിടെ ഇട്ടുകാണ്ട് കണ്ടാണ് ഈ സ്റ്റാൻഡിൽ ഇട്ടിക്കണേ. പിന്നെ ഇവിടുത്തെ ഓട്ടോറിക്ഷകളൊക്കെ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. കാണുന്നതേ ഒരു സ്കൂളാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി നോക്കുകയാണ്. അയ്യവ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഏരിയ ഉണ്ടോ. എങ്ങനെയുണ്ട് കേട്ടോ. നമ്മളാ കണ്ടിരുന്ന പള്ളി ഈ ടൗണിലെ പള്ളിയാണ്. ഏരിയയിലേ കൂടുതലായിട്ടും ജ്വല്ലറികളാണ് കേട്ടോ. ഈ കാണുന്ന സെട്ട്റൂമുകളൊക്കെ ജ്വല്ലറികളാണ്. നമ്മളാ കാണുന്ന മല അവിടെയാണ് കേട്ടോ. കാണുന്ന ഒരു മില്ലാണ് കേട്ടോ. ലൈവ് മില്ലാണ്. ഇതിൻ്റെ മേലേക്കാട്ടെ നമുക്ക് കയറാനുള്ളത്. ഏരിയക്ക് വരുമ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇരു സൈഡുകളിലും വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വന്ന് ഇപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ. അതുപോലത്തെ കിണറുണ്ട് കേട്ടോ. നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ള, തെളിഞ്ഞ വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ള കിണർ കേട്ടോ. അല്ലാ, പിന്നെ നേരത്തെ ഒക്കെ പറയണ പോലെ ഇവനിക്ക് എവിടെ ചെന്നാലും കാണണം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ ഇവനെ അവിടെ കയറ്റി കൊടുത്തിട്ടുണ്ട്. വെള്ളം ഉണ്ടോ? അപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇന്നിങ്ങനെ നോക്കി കഴിഞ്ഞാലേ അടിപൊളിയായിട്ടുള്ള ഒരു ക്ഷേത്രം കാണുന്നുണ്ട് കേട്ടോ. കൊത്തുപണികൾ കാര്യങ്ങൾ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം. നമ്മൾ പറഞ്ഞ മല അതിൻ്റെ മേലെ കേട്ടോ. അതിന് മേലേക്ക് നമുക്ക് പോകണം. അപ്പോൾ അതിൻ്റെ അടിഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ശിവ എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു അമ്പലം കാര്യങ്ങളൊക്കെ ഇവിടെ അടിയിലുണ്ട്. ഇവിടെ ഈ കാണുന്നത് ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുളമാണ് തോന്നുന്നുണ്ട് കേട്ടോ. പടവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പച്ച കളർ വെള്ളമാണ് കേട്ടോ. ഭാഗത്തായിട്ട് ഇങ്ങനെ ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ തന്നെ ഉണ്ട്. മലൻ്റെ മേലെ കേട്ടോ ചരിത്രമുള്ളത്. അവിടെ കണ്ടാണ് ഈ കോട്ടൻ്റെ ഒരു ഭാഗം ഇവിടെ നിന്ന് കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചില്ല ഒരു മക്ബറ രണ്ടായിട്ടാണ് കേട്ടോ. അതായത് ഇവിടെ അതിൻ്റെ ഉടലുണ്ട്, തലക്ക് താഴെയുള്ള ഭാഗം ഇതിന് മേലുണ്ട്. തലഭാഗമാണ് കേട്ടോ അവിടെ കണ്ട മക്ബറ. ആ താഴത്ത് നമ്മൾ ഇത് കാണിച്ചില്ല ഒരു സ്ഥലത്ത്, അവരെ തലഭാഗം മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നോക്കിയിട്ടോ. ഒരു പാറക്കടിയിലായിട്ടാണ്, ഒരു ഗുഹ മാതിരിയായിട്ടാണ് കണ്ടോ. ഒരു ഗുഹ മാതിരിയാണ്. അതിൻ്റെ ഉള്ളിൽ കണ്ടോ ക്ഷേത്രം വരുന്നത്. ക്ഷേത്രത്തിൻ്റെ അടിഭാഗം ഇതുപോലെയാണ് കേട്ടോ. ചെറിയൊരു ഇരിപ്പിടമുണ്ട്. ഞാൻ പറഞ്ഞ പാറ അവിടെ നിന്ന് ഇങ്ങനെ വന്നിക്കണം കേട്ടോ. അതിൻ്റെ അടിയിലാണ് അമ്പലം ഉള്ളത്. ഞാൻ പറഞ്ഞത് ആ ഒരു പാറയുണ്ട്. ആ പാറൻ്റെ അടിഭാഗത്ത് കണ്ടോ പാറൻ്റെ ബാലൻസ് കാണുന്നത്.
അതിൻ്റെ ഉള്ളിൽ കണ്ട അമ്പലം വരുന്നത്. അപ്പോളേ കൃഷ്ണഗിരി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. നമുക്കിവിടെ വന്നപ്പോഴാണ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ കാണിച്ച ആ മല ഉണ്ടല്ലോ, ആ മലേൻ്റെ മേലെ പണ്ട് രാജാക്കന്മാർ യുദ്ധം ചെയ്തിട്ട് ആ രാജാവായിട്ടുള്ള ആളെ തല താഴ്ത്ത് വന്നു. അങ്ങനെയാണ് നമ്മൾ കണ്ട മക്കാമില്ലേ, ആ മക്കാമിലേക്ക് അവരെ തലഭാഗമാണ് കേട്ടോ അവിടെ മറവ് ചെയ്തിട്ടുള്ളത്. അവരെ ഉടല്, അതായത് തലൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, അതാ മലൻ്റെ മേലെ കേട്ടോ. ഭയങ്കര ഡേഞ്ചർ പിടിച്ചു കൊണ്ടാണ് അതിൻ്റെ അങ്ങോട്ട് കയറുന്ന പാതകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അത് നമുക്ക് നാളെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയി അത് കേട്ടപ്പോൾ തന്നെ. അപ്പോൾ നാളെ എന്തായാലും നമ്മളത് പോയി വിസിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്നവർ ഇതുപോലെ ട്രെക്കിങ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആ ഒരു സ്പേസിലേക്ക് വരണം കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ നാളെ നമുക്ക് അവിടെ പോയിട്ട് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. அது வந்து எப்படி இந்த ராஜா காலத்துலேருந்து மைசூர் போகிறதுக்காக போர் போகிறதுக்காக அப்போ அந்த குகை இங்கே வருதா? இங்கே இல்லை, மைசூர் போகுது. மைசூர் போகுதா? கீழே கீழே வந்து தலை, மேலே வந்து இது ராஜா. அந்த ராஜாவோட தலை தானே அங்கே மரபு பண்ணிருக்கு. கீழே இருக்கும், மேலே வந்து உடம்பு மட்டும். இதுக்கு மேலே இல்லைங்களா? இதுக்கு மேலே அங்கே ஒரு கபர்ஸ்தான் மக்பர் இருக்குல்ல, அங்கே ஒரு கபர் இருக்குல்ல, ஒரு ஆளை மரபு பண்ணுற இடம். அதான் தலை சண்டை போட்டு கீழே வந்தபோது உள்ளது. மேலே வந்து இது மட்டும். அதுதானே அங்கே அங்கே கொஞ்சம் ദൂരം ഒക്കെ. ആ മലമക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു വലിയ പാറയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അവിടേക്ക് പോകണം. അപ്പോൾ പോകേണ്ട അടിഭാഗമാണ് ഈ കാണുന്നത് വഴി. ഒരു ഭാഗത്ത് കൂടെ ആയിട്ട് കയറി പോകേണ്ടത്. ആ ഒരു സ്റ്റെപ്പിന് അങ്ങനെ കയറി പോണേ. അപ്പോൾ നാളെ നമുക്ക് പോയി കാണണം. ഇന്നിപ്പോൾ ഇരുട്ടായില്ല, അപ്പോൾ നമ്മൾ പോകണില്ല കേട്ടോ. ഒരു വഴിയിലൂടെ ഇങ്ങനെ കയറി പോകണം നാളെ നമുക്ക്. എന്നിട്ട് ഫുള്ള് വിസിറ്റ് ചെയ്ത് വരണം കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ മോഡലാട്ടോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഒരു കബർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വലിയൊരു പാറ. ഈ പാറക്കും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ സംബന്ധം ഉണ്ടാവും. നമുക്ക് നാളെ ഈ ഒരു ഏരിയയിൽ കൂടെ ആയിട്ട് വരാനുള്ളത്. ഏകദേശം സമയം 7 മണിയോട് അടുത്തിട്ടോ. അപ്പോൾ നമ്മളവിടെ കയറണില്ല. ആ മലേൻ്റെ മേലേക്ക് കയറണം കേട്ടോ നമുക്ക്. അവിടെ കണ്ടോ കോട്ടൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്, കല്ലുകൊണ്ടുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്, മതിൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ പണ്ട് രാജാക്കന്മാർ നിന്നിരുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകണം കേട്ടോ.